ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോയുമായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് കുക്കിങ്ങും ക്ലീനിങ്ങും എൻ്റെ റിയൽ സ്റ്റോറിയാണ്, എൻ്റെ റിയൽ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലും ചേച്ചിയമ്മയില്ല, ചേച്ചിയമ്മ ലീവാണ്, ചേച്ചിയമ്മയുടെ വീട്ടിൽ വേലയാണ്. അപ്പോൾ 2 ദിവസത്തെ പരിപാടിയാണ്. പിന്നെ ചേച്ചിയമ്മയുടെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്നെ വിളിച്ചില്ലെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എന്നെ വിളിക്കാത്തൊരു എൻഗേജ്മെൻ്റ് ഇല്ല, ജസ്റ്റ് അവർക്ക് ഒരു ഡേറ്റ് ഫിക്സ്, എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പരിപാടിയില്ല, അവർ കാരണന്മാർ മാത്രം പങ്കെടുത്ത് അങ്ങനത്തെ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേല അങ്ങനത്തെ ഒക്കെ പരിപാടിയിലാണ് ചേച്ചിയമ്മ. അപ്പോൾ നല്ല ബിസിയാണ്. ചേച്ചിയമ്മ വീട്ടിലത്തെ ഏറ്റവും വലിയ ചേച്ചിയാണ്, ഏറ്റവും വലിയ അമ്മയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പത്തിരിയാണ്. പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഫുഡാണ് എനിക്കിപ്പോൾ ഇവിടുത്തെ എനിക്കൊക്കെ ട്രഡീഷണൽ ഫുഡ് എന്ന് പറഞ്ഞാൽ പത്തിരി. എനിക്ക് പത്തിരി ചിക്കൻ കറി, പത്തിരി ബീഫ് കറി, പത്തിരി മീൻ കറി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല ഈ ഫാമിലി മൊത്തം അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും പത്തിരി ഉണ്ടാക്കാൻ അറിയുണ്ടാവില്ലേ? അങ്ങനെ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മളെ 4 ഗ്ലാസ് വെള്ളം ആണ് ഞാൻ വെക്കൽ. ഇതൊരു ഉപ്പിട്ടിട്ട് നന്നായി തിളപ്പിക്കും. എന്നിട്ട് 4 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് കറക്റ്റ് പൊടി എടുക്കും. 2 ഗ്ലാസ്സോ 2 ഗ്ലാസ് ഒരു ഇത്തിരി കൂടി എടുക്കും, കറക്റ്റ് പൊടി എടുക്കും. എന്നിട്ട് നന്നായിട്ട് വാട്ടി കുഴച്ച്, ഞാൻ സത്യം പറഞ്ഞാൽ കുഴക്കുന്ന വീഡിയോ എൻ്റേത് മിസ്സായി. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ എൻ്റെ കുഴക്കുന്ന വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ടു വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി കുഴച്ച് സോഫ്റ്റാക്കി എണ്ണയൊക്കെ പുരട്ടിയിട്ട് നല്ല ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ കല്ല് നന്നായി ചൂടാക്കുക. എന്നിട്ട് അതിലിട്ടിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മറിച്ചിട്ട് ഇതേപോലെ പൊള്ള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പത്തിരിയുടെ ഉണ്ടാക്കുന്നത് വരുന്നത്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ പത്തിരി. അപ്പോൾ ചിക്കൻ കൊടുന്നു, അവൾക്ക് ഗൂഗിൾ പേ പൈസ ഒക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ വന്നതും ഗൂഗിൾ പേ ചെയ്തൊക്കെ. പത്തിരി ഏകദേശമൊക്കെ ഫുള്ള് ചുട്ടെടുത്തു. കണ്ടില്ലേ, ലാസ്റ്റാണ് ചുടുന്നത്. അപ്പോൾ അതൊക്കെ ചുട്ടെടുത്തതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോക്ക് ലെങ്ത്ത് കൂടുമ്പോൾ എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ, എന്താ എടുക്കണ്ടേ, ഇപ്പം ഓരോ കൈയും കാലും നീങ്ങുമ്പോൾ അതിനനുസരിച്ച് വോയിസ് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഒരു വീഡിയോക്ക് ഇത്ര മിനിറ്റ് എന്നുള്ള ലെങ്ത്ത് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 45 സെക്കൻഡ്സ്, 45 മിനിറ്റ്സ് അങ്ങനത്തെ ഒക്കെ ഇതാകുമ്പോൾ 45 സെക്കൻഡ്സും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പത്തിരി ഇടയിൽ ചുടുന്നുണ്ട്, ചെറിയ ചെറിയ പണികൾ ഇങ്ങനെ നീങ്ങുന്നുണ്ട് അതിലിടയിൽ. അങ്ങനെ അതൊക്കെ ചുട്ട് ഫുള്ളായി. ഇനിയിപ്പോൾ അത് ടേബിളിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കണം. ഇനി അടുത്തേക്ക് ചിക്കൻ കറി ചൂടാക്കണം, പാലെടുക്കണം. പാലിൽ നിന്ന് തന്നെ തേങ്ങാപ്പാൽ, ഞങ്ങളിവിടെ പത്തിരിയിലേക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യും. തേങ്ങാപ്പാൽ ഇല്ലാണ്ട് എന്ത് പത്തിരി എന്നാണ് ചോദിക്കുക ഇവിടെ. അപ്പോൾ തേങ്ങാപ്പാൽ ഇതാ പിഴിഞ്ഞ് എടുക്കുന്നുണ്ട്. എനിക്കും അതെ, എല്ലാവർക്കും അതെ. പിന്നെ തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്ന ഒരുവിധ ആൾക്കാരൊക്കെ തേങ്ങാപ്പാൽ, മലപ്പുറം ആ ഒരു സൈഡും കുറേയൊക്കെ പത്തിരി തേങ്ങാപ്പാൽ, എന്താ ചാറ് ആ ചാറ് മീൻ കറി, ഫിഷ് കറി, അല്ല ഫിഷും മീനൊന്നല്ല, എന്താ പറയുക, ഇതുപോലത്തെ മിസ്റ്റേക്കൊക്കെ ക്ഷമിച്ചോളണം കേട്ടോ. പിന്നെ ചിലവർ പറയുന്നുണ്ട് ഞാൻ കൊടുക്കുന്ന വോയിസിന് സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വോയിസൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. കാരണം ഇവിടെ സംഭവം വലിയ പിള്ളേരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊന്നും അടങ്ങി ഒതുങ്ങിയിരിക്കൂല. ഇങ്ങനെ ഇപ്പോൾ ഡോറ് തുറന്നിട്ടും എന്നെ വിളിച്ചിട്ടും ഇതുണ്ടാന്ന് ചോദിച്ചിട്ടൊക്കെ ആയിട്ട് ആകെ ബഹളമാണ്. ഞാൻ വോയിസ് കൊടുക്കണമെങ്കിൽ ഡോർ അടച്ച് കുറ്റിയിട്ട് റൂമിലൊക്കെ അങ്ങനെ പതിഞ്ഞിരുന്നിട്ട് ഞാൻ വോയിസ് കൊടുക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ വോയിസ് കഷ്ടപ്പെട്ട് കൊടുക്കുന്നത്. അപ്പോൾ അപ്പോൾ നമ്മളെ എന്താ പറയുക, പറയുന്നതിന് പോയി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ ചിക്കൻ കറിയിൽ ചിക്കൻ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ചിക്കനൊക്കെ ഇന്നലെ കഴിഞ്ഞു, ഗ്രേവി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിക്കൻ കറി കുറച്ച് ഗ്രേവി ടൈപ്പിൽ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ കുറച്ച് തേങ്ങ ഒക്കെ വറുത്തരച്ച് സെറ്റാക്കും കേട്ടോ. അപ്പോൾ അത് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ ഗ്രേവിയാണിത്. ഇന്നും എനിക്ക് ചിക്കനാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ചിക്കൻ മേടിച്ചാൽ ചിലപ്പോൾ നാളെ ചിക്കൻ തിന്നാൻ തോന്നും മക്കൾക്ക്, മറ്റൊന്നും ചിക്കൻ തിന്നും. ഇപ്പോൾ ഒരു ചിക്കൻ നാട് തിന്നാൽ 2-3 ദിവസമൊക്കെ ചിക്കൻ തിന്നും. അപ്പോൾ ചിലവർക്കൊക്കെ എങ്ങനെയാണ്, ഒരു ദിവസം ചിക്കൻ തിന്നാൽ കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ചിക്കൻ തിന്നുക. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഒരു ദിവസം തിന്നാൽ നാളെയും തിന്നാൻ തോന്നും, മറ്റൊന്നും തിന്നാൻ തോന്നും. അപ്പോൾ സത്യം പറഞ്ഞാൽ ചേച്ചിയമ്മ
ഈ ചിക്കൻ കറിയും പത്തിരിയിൽ നിന്നൊക്കെ ചേച്ചിയമ്മ മിസ്സിങ് ആണ്. ചേച്ചിയമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാട്ടോ. അപ്പം നമ്മളെ തൊടിയിലുണ്ടായ മാങ്ങയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളെ വർക്ക് ഏരിയയിൽ ഇരുന്നിട്ടാട്ടോ. വർക്ക് ഏരിയയിൽ ചെയറിൽ ഇരുന്നിട്ട് ചെയ്യുന്ന സുഖം വേറെ എവിടെ ഇരുന്നാലും കിട്ടില്ല. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മളെ പൊന്നുണത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ക്യാറ്റിൻ്റെ പുതിയ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ ഇവരൊക്കെ നല്ല വീഡിയോസ് ഉണ്ട്, ലോങ് വീഡിയോ ഉണ്ട്, എല്ലാവരും പോയി കാണാൻ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഞാനൊന്ന് കമൻറ്റിൽ എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാം ഞാൻ എൻ്റെ പുതിയ ചാനൽ. അപ്പോൾ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റേ ചാനൽ. അപ്പോൾ എന്താ വെളുത്തുള്ളി, ഇഞ്ചി, സബോള എല്ലാം നന്നാക്കി. അപ്പോൾ ചേച്ചിയമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ഇതൊന്നും കാര്യമില്ല. ആളിതൊക്കെ ഒന്ന് എന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പണിയെടുക്കണ കാര്യമല്ല, ഏറ്റവും കൂടുതൽ മൂപ്പര ഒരു സംസാരം ഇല്ലേ, മൂപ്പര ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനതൊക്കെ ഇങ്ങനെ ആസ്വദിക്കും, ഫുള്ള് സംസാരം. അപ്പോൾ നമുക്ക് പണി എടുക്കണമെന്നും അറിയില്ല, നമ്മൾ നേരം പോണത് അറിയണില്ല. ഇങ്ങനെ കുറേ കോമഡിയും കുറേ വർത്താനം, കുറേ സങ്കടം പറയും, കുറേ തമാശ പറയും, ഞങ്ങളിങ്ങനെ കുറേ സംസാരിക്കും. ഇങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ എല്ലാത്തിനും കുറിച്ച് സംസാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ അടുത്തെന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഉമ്മ ജ്യൂസ് ചോദിച്ചു. അപ്പോൾ ജ്യൂസ് വെച്ചപ്പോൾ ഇളനീര് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അതിൻ്റെ കഴമ്പൊക്കെ എടുത്തിട്ട് ജ്യൂസറിലിട്ടു. നന്നായിട്ട് വടിച്ചെടുത്ത് കംപ്ലീറ്റ് ഇട്ട്, മധുരമൊന്നും ഇടില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ വെള്ളമില്ലേ, ആ വെള്ളം കൂടി അടിച്ചിട്ടാണ് ഞാൻ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള സബോളയും കാര്യങ്ങളും വെട്ടുകയാണ്. അപ്പോൾ വെട്ടിക്കതിഞ്ഞതിന് ശേഷം നമ്മൾ ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട്. സ്പൈസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്പൈസസ് ബോക്സാണിത്, ഇതിലെല്ലാതും ഉണ്ട്. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു, സ്പൈസസും കാര്യങ്ങളൊക്കെ ഓരോ സ്പൂണോളം ഒക്കെ, ഗ്രാമ്പു, പട്ട, ഏലക്കായ, പിന്നെന്താ പെരിഞ്ജീരകം, നല്ല ജീരകം എല്ലാം ഇട്ട്, പിന്നെ ഉള്ളി. അപ്പോൾ ചെമ്പിന് തീ കൂടിയപ്പോൾ ഇത്തിരി ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുത്തു, കാരണം ആ സ്പൈസസ് കരിഞ്ഞു പോകരുതല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് സബോള നന്നായി കൈ വെച്ചിട്ട് തിരുമ്പുക എന്ന് പറഞ്ഞാൽ നന്നായി തിരുമ്പുക. ചിലപ്പോൾ കണ്ണെന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സഹിച്ച് പിടിച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയെടുക്കുക. അങ്ങനെ നന്നായി തിരുമ്പി എടുക്കണോണ്ട് എന്താ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ചിക്കന് ഞാനിങ്ങനെ ചിക്കൻ വെക്കുമ്പോൾ വഴറ്റില്ല ചെയ്യുക, അങ്ങനെ പൊരിച്ചെടുക്കണ പോലെയൊക്കെ ചെയ്യുക. അങ്ങനെ അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് എൻ്റെ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി എടുത്താൽ പെട്ടെന്ന് നമുക്ക് വന്ന് കിട്ടും ചെയ്യും. അതേപോലെ നല്ല ടേസ്റ്റുമാണ് കറിക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ എടുത്തോട്ടോ വെറുതെ രസത്തിന്. അപ്പോൾ അതങ്ങനെ മെല്ലെ ആയിക്കോളും. അത് കഴിഞ്ഞ് നമുക്ക് തൈര് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ തൈര് ഒഴിക്കല്ലേ വേണ്ടല്ലോ കഴിക്കുമ്പോൾ, അങ്ങനത്തെ ഒക്കെ ആക്കി വെച്ചു. പിന്നെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സബോള, മുളക്, സ്പൈസസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നെയ്ച്ചോറ് റൈസും ആക്കി അവിടെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി ക്ലീനിങ് ആണ്, അതൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിന് മുന്നേറ്റ് റൂംസിലെ ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം ഒതുക്കി പറക്കി വെക്കണം, എന്നാലാണ് റൂം അടിച്ചു വരാൻ പറ്റുള്ളൂ.
അപ്പോഴത്തേനും അവിടെ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂക്കി കൊടുത്ത് ഒരു കളർഫുൾ ആയിക്കോട്ടെ, ഒരു ഭംഗി വേണ്ടേ, ഒരു നമുക്ക് കഴിക്കാനാണെങ്കിലും ഒരു ചന്തം ഉണ്ടായിക്കോട്ടെ, നെയ്ച്ചോറല്ലേ. അപ്പോൾ അതും അങ്ങനെ റെഡിയാക്കി വെച്ചു. ഇനി കറി വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി അതങ്ങനെ ആവുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ അടിച്ചു വരാനും നടക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടോ. അപ്പോൾ തുടക്കലും കാര്യങ്ങളും കഴിഞ്ഞ് പൂച്ചയുടെ കൂടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് അവർ ഫുഡ് കഴിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് പരന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ അതൊക്കെ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ എന്താ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അതിനൊക്കെ ട്യൂണ് ഇടുന്നത്. അതൊക്കെ ഒന്ന് കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഇരുന്ന് കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക. എൻ്റെ വല്ല പൊട്ടത്തിലൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക, എന്നിട്ട് ചിരിക്കുക, എന്നിട്ട് അതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക ഞാൻ എന്തൊക്കെയാണ് കാണിക്കണേന്നുള്ളത്. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യട്ടോ. ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ. സംഭവം പൊട്ടത്തരാണെങ്കിലും ഞാൻ ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാവുമല്ലോ. അതാണ് അതിലുള്ള ഗുഡൻസ്, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ കിച്ചൺ ആണിത്. നമ്മളെ ഇപ്പോൾ കിച്ചണിൻ്റെ എൻ്റെയും ചേച്ചിയമ്മേൻ്റെയും കിച്ചണാണ്. അപ്പോൾ ആ കിച്ചണിലുള്ള കാര്യങ്ങൾ ഞാൻ തുടച്ചെടുത്ത് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് ഇതാ പുറത്തേക്ക് ഇറങ്ങി. ഇനി അവിടെയും കുറേ ക്ലീനാക്കണം. അവിടെയൊക്കെ ക്ലീനാക്കിയതിന് ശേഷം നന്നായി ഒന്ന് കുളിക്കണം, നന്നായിട്ടൊന്ന് ഫുഡ് കഴിക്കണം, പറ്റുമെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങണം. അതാണ് ഉദ്ദേശം.
അപ്പം ഞാനിപ്പോൾ ഈ ഇറങ്ങിപ്പോണത് എന്താണെന്ന് പറയുക, നമ്മളെ വീട്ടിലെ സുട്ടൂല്ലേ, അതിന് ഫുഡ് കൊടുക്കാനാണ് ഇപ്പോൾ ഈ പോണത് കേട്ടോ. ഓനെ വിളിച്ചിട്ട് കാണില്ല, സുട്ടു സുട്ടു എന്ന് വിളിച്ചിട്ട് അവനെ കാണുന്നില്ല. അവസാനം അത് എവിടുന്നോ കാലമായിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവനക്ക് ഫുഡ് ഒക്കെ കൊടുത്തു. അപ്പോൾ അവന് ഫുഡ് എന്ന് പറയണത് നമ്മളെന്താണോ കഴിക്കണത് അതന്നെ അവൻ്റെ ഫുഡ് കിട്ടുക. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഫുഡൊന്നും കാര്യങ്ങളൊന്നുമില്ല. അവന് പാലും ബ്രെഡും കൊടുക്കും, പത്തിരിയും ചിക്കൻ കറിയും കൊടുക്കും, നെയ്ച്ചോറും ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി കൊടുക്കും. അപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു വെള്ളത്തോടെ കൊടുക്കുക. ഞാൻ നോക്കി മൂപ്പരി കോണിയുടെ അടിയിൽ കിടന്ന് ഉറങ്ങുകയാണേ, നമ്മളിത് കാണണ്ടേ, നമ്മൾ തിരയാണ് അവനെ. അപ്പോൾ ഞാൻ അതിനൊന്ന് പിടിച്ചു വലിച്ചപ്പോൾ വരുന്നില്ല, ഭയങ്കര മടി, ഉറക്കത്തിൽ നിന്ന് എണീക്കാനാ തോന്നണം, ഭയങ്കര മടി ആൾക്ക്. അപ്പം ഞാൻ മൂപ്പര് പിടിച്ച് വലിച്ച് ആളെ അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കി. ഞാൻ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു, കാറ്റിനും ഫുഡ് കൊടുത്തു. അപ്പോൾ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ അപ്പോൾ കഴിഞ്ഞല്ലോ. അങ്ങനെ നമ്മളെ കിച്ചണും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞ് ഇനി കുറച്ച് പണികളുണ്ട്. കറി താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കറിയും താളിച്ച് വെച്ചു. നെയ്ച്ചോറൊന്ന് ഉടച്ച് വെക്കാനുണ്ടായിരുന്നു, അങ്ങനെ അമർന്നിരിക്കുകയല്ലേ, അതൊന്ന് കുത്തി ഇളക്കി ഒന്നൊന്ന് ആക്കി കറി താളിച്ചെടുത്തു. അപ്പോൾ അതിൽ കുറച്ച് പെരിഞ്ചീരകവും ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ആക്കി കൊടുത്തു. പിന്നെ നെയ്ച്ചോറല്ലേ, കുറച്ച് കളർഫുള്ളായിക്കോട്ടെ വെച്ച് കുറച്ച് മല്ലിയിലൊക്കെ നന്നായി തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കട്ടെ. അങ്ങനെ ഇതാ കുറച്ച് മല്ലിയില അതിലും കൊണ്ടുപോയി ഇട്ടു. മല്ലിയില ഒരുപാട് ഉണ്ട്, വാങ്ങിച്ചത് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളെ ട്രഡീഷണൽ സ്നാക്കൊന്നും പറയാൻ പറ്റില്ല, പപ്പടം പൊരിക്കണം. അപ്പോൾ എന്നും പപ്പടമൊന്നും പൊരിക്കാറില്ല, ആഴ്ചയിൽ ഒരു 2 ടൈമൊക്കെ പൊരിക്കുള്ളൂ. നമ്മളെ രണ്ടാമത്തെ പുത്രന് പപ്പടം എന്ന് പറഞ്ഞൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ അവനക്ക് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പപ്പടം കൂട്ടിയ ചില കറികൾ കൂട്ടി നമുക്ക് പപ്പടം കൂടി കഴിക്കാൻ തോന്നൂലേ, അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ പപ്പടം കൂട്ടാറുള്ളൂ. അപ്പോൾ നെയ്ച്ചോർക്ക് പപ്പടം വേണം, പപ്പടം ഇല്ലാതെ എന്ത് നെയ്ച്ചോറ് എന്ന് ചോദിച്ചില്ല. അപ്പോൾ അതേപോലെ അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ വറുത്തു. പപ്പടം അത്യാവശ്യം വറുക്കുന്നുണ്ട് കേട്ടോ, എപ്പോഴേലൊക്കെ അല്ലേ പൊരിക്കുള്ളൂ. അപ്പോൾ അത് കാരണം ഒരു ഇത്തിരിയൊക്കെ പൊരിക്കും. ഞാൻ തന്നെ തിന്നും, 2 എണ്ണമൊക്കെ ഞാൻ തിന്നും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനും എൻ്റെ ആൾക്കാരൊക്കെ കൂടി ഇതാ തിന്നാൻ പോകും, ഞങ്ങളെ ഫാമിലി ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കുക, ഞങ്ങൾക്കിതാ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ ഞാൻ അതിലെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടാറ്റാ. അതാ പ്ലെയിൻ പോണു.